നമ്മുടെ അമ്പലത്തില് എന്തൊക്കെയാ കാര്യപരിപാടികൾ ഈ വർഷം? ഈ കർക്കടക മാസം കുറച്ച് വർഷങ്ങളായിട്ട് രാമായണ മാസാചരണമായിട്ടാണ് ആചരിച്ചു പോരുന്നത്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 15-ാം തീയതി, മിഥുനം 31-ാം തീയതി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ വൈകിട്ട് നിർവഹിക്കും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും കാലത്ത്, കർക്കിടകം 1-ാം തീയതി മുതൽ എല്ലാ ദിവസങ്ങളിലും കാലത്ത് 5:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയും രാമായണ പാരായണം നിത്യവും ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് വായിക്കുന്നതിനായിട്ട് ഭക്തജനങ്ങൾ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:30 മുതൽ 8 മണി വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ, ക്ഷേത്രകലകൾ, പ്രഭാഷണങ്ങൾ, ആത്മീയ സംസാരങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള പല കലാകാരന്മാരും അവരുടെ വഴിപാടായിട്ട് ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് കർക്കിടകം 31 വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. പിന്നെ അതുകൂടാതെ കർക്കിടക വാവ് വരുന്നത് ആഗസ്റ്റ് 3-ാം തീയതിയാണ്. അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് പിതൃ നമസ്കാരം വഴിപാട് ചെയ്യുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് റെസീറ്റ് എടുക്കാം. മരിച്ചുപോയ ആത്മാക്കളുടെ നിത്യശാന്തിക്കായിട്ടുള്ള പിതൃ നമസ്കാരം വഴിപാട് സമർപ്പിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ ആഗസ്റ്റ് 3-ാം തീയതി കാലത്ത് 10:30 എറണാകുളത്തപ്പൻ ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോൾ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഏകദേശം 2 വർഷക്കാലത്തോളമായിട്ട് അത് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ശ്രീ അരുൺ കൈമൾ, അതുകൂടാതെ കുറച്ച് ഡോക്ടർമാരും സൗജന്യമായിട്ട് സേവനം നടത്തി പോരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 300ഓളം ഭക്തജനങ്ങൾക്ക് ഒരു മാസക്കാലത്തേക്ക് വേണ്ട ഏത് അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതായാലും ഉള്ള ആയുർവേദ മരുന്നുകൾ സൗജന്യമായിട്ട് നൽകാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് അന്നേ ദിവസം കാലത്ത് 10:30 കൂത്തമ്പലത്തിലാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുക. അത് ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ MLA വിനോദ് സാറാണ് അത് നിർവഹിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അന്നേ ദിവസം എറണാകുളം ജില്ലയിലും പുറത്തുമുള്ള ആയുർവേദ ഹോസ്പിറ്റലുകൾ അവരെ നമ്മൾക്ക് സൗജന്യമായിട്ട് പല വിധത്തിലുള്ള മരുന്നുകളും അന്നേ ദിവസം ഭക്തജനങ്ങൾ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും നോക്കുന്നതിനും സൗജന്യമായിട്ട് പരിശോധിക്കുന്നതിനുമുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ശിവപുരാണ പാരായണ മഹായജ്ഞം നടക്കാൻ പോകുന്നത്. ആഗസ്റ്റ് 6-ാം തീയതി മുതലാണ് അത് നടക്കുക. സമ്പൂർണമായിട്ടുള്ള 11 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവപുരാണ പാരായണ യജ്ഞം നടക്കുന്നത് എറണാകുളത്തപ്പൻ ഹാളിലാണ്. എറണാകുളത്തപ്പൻ ഹാളിൽ അതിന്റെ ആചാര്യൻ എന്ന് പറയുന്നത് ആലപ്പാട്ട് രാമേന്ദ്രൻ അവർകളാണ്. അദ്ദേഹം ഈ 11 ദിവസങ്ങളിലും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് ശിവപുരാണത്തെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അറിവുകളും കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു നൽകാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കാലത്താണോ വൈകുന്നേരമാണോ? അത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ, ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുതൽ വൈകിട്ട് വരെ തുടർച്ചയായിട്ടുള്ള ഈ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ചടങ്ങ് പോലെയാണ് നിർവഹിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു വഴിപാടായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നീട് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മഹാഭഗവത് സേവ എറണാകുളം ശിവക്ഷേത്രത്തിൽ നടത്താനായിട്ട് പോകുന്നത്. മഹാഭഗവത് സേവയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം തന്ത്രിമാരായിട്ടുള്ള ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്, അതുപോലെ പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട്, എല്ലാ ക്ഷേത്ര തന്ത്രിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ആഗസ്റ്റ് 11-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന മഹാഭഗവത് സേവ. ഏകദേശം 6ഓളം താന്ത്രിക വിദഗ്ധരാണ് ഈ പൂജയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സജ്ജീകരണങ്ങൾക്കും പൂജകൾക്കും ഒരുമിച്ചുണ്ടാവുക. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ഭഗവതിയുടെ ഒരു തിരുസ്വരൂപം സജ്ജീകരിച്ച് ഭക്തജനങ്ങളെ ഒപ്പമിരുത്തിയിട്ട് മണ്ഡപത്തിൽ ഭക്തജനങ്ങളെ സാമീപ്യത്തിലിരുത്തി ലളിത സഹസ്രനാമ അർച്ചന, അതുപോലെ ലളിത സഹസ്രനാമം പുറത്ത് ഒരുമിച്ച് തന്നെ ചൊല്ലി ഒരു ജനകീയ അടിസ്ഥാനത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അത് വലിയൊരു വിജയമായിട്ട് മാറണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഭഗവതിയുടെ അനുഗ്രഹം 100% ഉണ്ടാവുമെന്ന് തന്ത്രി ഇങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്ന അഖണ്ഡ രാമായണ പാരായണ യജ്ഞമാണ്. അത് ആഗസ്റ്റ് 13-ാം തീയതി കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുടർച്ചയായിട്ട് അഖണ്ഡ രാമായണ പാരായണ യജ്ഞം. രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളും കൃത്യമായിട്ട് ചൊല്ലി അതിൻ്റെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് ഉള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും നടന്നു പോരുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഗജപൂജ, അതും ക്ഷേത്രതന്ത്രിമാരായിട്ടുള്ള എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. എല്ലാ വർഷവും നടത്തി പോരാറുള്ളത് പോലെ തന്നെ കുറച്ചും കൂടി വിപുലമായിട്ട് കുറച്ചുകൂടി ആനകളെ 4-5 ആനകളെ കൊണ്ടുവന്ന് അത് ആനയൂട്ട് ഗംഭീരമാക്കണമെന്നും, അതുപോലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 1008 നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോരുന്നത്. അത് പൂർവാധികം ഭംഗിയാക്കി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരും വാങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഓഫീസർ, എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടെന്ന് കേട്ടു. അത് വിട്ടുപോയൊരു കാര്യമാണ്. എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളിലാണ് സാധാരണ അന്നദാനം നടത്തി പോരുന്നത്. ഏകദേശം 600 ഭക്തജനങ്ങൾക്കാണ് ഇപ്പോൾ അന്നദാനം നൽകി പോരുന്നത് ശനിയാഴ്ചകളിൽ. ഈ രാമായണ മാസത്തിൽ മുഴുവനായിട്ട് 16-ാം തീയതി മുതൽ ആഗസ്റ്റ് 16-ാം തീയതി വരെ തുടർച്ചയായി നിൽക്കുന്ന 32 കർക്കിടക മാസ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടെ അന്നദാനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഈ വൈദ്യവുമായി ബന്ധപ്പെട്ട കർക്കിടക ചികിത്സയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കർക്കിടകത്തിന്റെ ഔഷധ കഞ്ഞി വിതരണം നടത്തിയിരുന്നു. അതും ഒരു ഭക്തൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വഴിപാടായി നൽകണമെന്ന്. അത് കർക്കിടകത്തിലെ ഏതെങ്കിലും ഒരു ദിവസം സജ്ജീകരിച്ച് അതും ഭക്തജനങ്ങൾക്ക് വഴിപാടായി നൽകുമെന്നാണ് താല്പര്യം. ഇതിപ്പോ കർക്കിടകം ഫുള്ള് അമ്പലത്തിൽ നിൽക്കാലോ ഓഫീസറെ. ദിവസവും ഓരോരോ കലാപരിപാടികളും ഇതായിട്ട് ഇവിടെ തന്നെ നിന്ന് കാലത്ത് മുതൽക്ക് രാത്രി വരെ പരിപാടികളുണ്ട്. ശിവന്റെ സാന്നിധ്യത്തിൽ നിന്ന് എല്ലാം തൊഴുതിട്ട് പോവാല്ലേ. ഇവിടെ എറണാകുളത്തപ്പൻ എള്ളോളം ആയുസുണ്ടെങ്കിൽ എറണാകുളത്തപ്പൻ കാത്തുരക്ഷിക്കുമെന്ന വലിയൊരു വാക്കിന്റെ പിൻബലത്തിൽ തന്നെയാണ് നമ്മളെല്ലാം ജീവിച്ചു പോരുന്നതും ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി പോരുന്നതും. ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ മണ്ണിന്റെ ഉള്ളിൽ നിൽക്കുന്നതിന്റെ പോസിറ്റീവ് എനർജി നേരിട്ടിട്ട് അനുഭവിച്ചു പോരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ അധികം അകത്ത് ഇരിക്കുന്ന മൂർത്തിയോട് വിശ്വാസമുണ്ട്. എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ എറണാകുളത്തപ്പന്റെ മണ്ണിലെ രാമായണ പാരായണവും രാമായണ മാസവും വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും സഹായിക്കണം. ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി പോകുന്നത്. ശരിക്കും ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കർക്കിടകം നല്ലൊരു മാസമാവട്ടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.